ഇലോൺ മസ്കിന്റെ ബിസിനസ് പങ്കാളി നാസ മേധാവി ശതകോടീശ്വരനും ബഹിരാകാശ സഞ്ചാരിയുമായ ജാരഡ് ഐസക്മാനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാസ മേധാവിയായി നിയമിച്ചു. നാസയുടെ 15ാമത് മേധാവിയാണ് ജാരഡ്. ജാരഡിന്റെ നിയമനം സെനറ്റ് അംഗീകരിച്ചു. ബഹിരാകാശ മേഖലയിലെ ആഗോള മത്സരം, ആഭ്യന്തര ബജറ്റ് അനിശ്ചിതത്വം, ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ് തുടങ്ങിയ സമ്മർദ്ദങ്ങൾ നിലനിൽക്കെയാണ് ജാരഡ് നാസയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. 2024 ഡിസംബറിലാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി ജാരഡ് ഐസക്മാനെ നാസ മേധാവി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത്. എന്നാൽ മാസങ്ങൾക്ക് ശേഷം നോമിനേഷൻ പിൻവലിക്കുകയായിരുന്നു. ട്രംപും സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനു പിന്നാലെയാണ് ട്രംപ് ജാരഡിന്റെ നോമിനേഷൻ പിൻവലിച്ചത്. പിന്നീട് 2025 നവംബറിൽ ട്രംപ് വീണ്ടും ജാരഡ് ഐസക്മാനെ നാസ മേധാവിയായി നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. സ്പേസ് എക്സ് ദൗത്യങ്ങൾക്ക് ധനസഹായം നൽകിയിട്ടുള്ള ജാരഡ് 2 തവണ ബഹിരാകാശ സഞ്ചാരം നടത്തിയിട്ടുണ്ട്. ചൈനയ്ക്ക് മുൻപ് നാസയ്ക്ക് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനാകുമോ എന്നാണ് ബഹിരാകാശ നയവിദഗ്ധരും നിയമനിർമ്മാതാക്കളും ഉറ്റുനോക്കുന്നത്. ഫെഡറൽ സർക്കാരിൽ മുൻകൂർ പരിചയമില്ലാത്തയാളാണ് ജാരഡ് ഐസക്മാൻ. പേയ്മെന്റ് പ്രോസസിംഗ് കമ്പനിയായ ഷിഫ്റ്റ്4ന്റെ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമാണ് അദ്ദേഹം. ഐസക്മാന് $1.2 ബില്യൺ ആസ്തിയുണ്ടെന്നാണ് ഫോബ്സ് റിപ്പോർട്ട്.